ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളത്തിലെ മൂന്നാമത്തെ വെബ് സീരീസ് ഇന്നലെ റിലീസായി. പേരലൂർ പ്രീമിയർ ലീഗ്. കുഞ്ഞിരാമായണം, പത്മിനി തുടങ്ങിയ സിനിമകളുടെ റൈറ്ററായ ദീപു പ്രദീപാണ് ഈ സീരീസ് എഴുതിയിട്ടുള്ളത്. പ്രവീൺ ചന്ദ്രനാണ് സംവിധാനം. കോമഡി ഡ്രാമ ജോണറിൽ വരുന്ന സീരീസാണ്. ട്രെയിലർ കണ്ടാൽ തന്നെ മനസ്സിലാവും. കുഞ്ഞിരാമായണം ഒക്കെ പോലത്തെ അങ്ങനത്തെ ഒരു പരിപാടിയുണ്ട്. സാങ്കല്പിക രാമം, അവിടുത്തെ മണ്ടന്മാരായ ക്യാരക്ടേഴ്സ്, ആ ഒരു ലെവൽ തന്നെയാണ്. പേരലൂർ എന്നാണ് ഈ കഥ നടക്കുന്ന ഗ്രാമത്തിൻ്റെ പേര്. 7 എപ്പിസോഡാണ് ഉള്ളത്. ഓരോ എപ്പിസോഡും 30 to 40 മിനിറ്റിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ഡ്യൂറേഷനിലാണ്. മൊത്തം ഒരു 4 മണിക്കൂർ പ്ലസ് ആണ് ഉള്ളത്. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യുന്നതും ഫസ്റ്റ് ഒരു ഇൻസിഡൻറ്റ് കാണിക്കുന്നുണ്ട് ഫ്ലാഷ് ബാക്കിൽ, അതും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് എപ്പിസോഡ് കഴിഞ്ഞപ്പം ഇത് മൊത്തത്തിൽ നല്ലതായിരിക്കും, പൊളിക്കും എന്നൊരു ഫീലായിരുന്നു. പിന്നെ അങ്ങനെ സെക്കൻഡ് എപ്പിസോഡ് കുഴപ്പമില്ല, അങ്ങനെ പോയി പിന്നെ ഡൗൺ ആയി പോകുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് അവസാനിപ്പിച്ചപ്പോഴത്തേക്ക് കുറേ ചീറ്റിപ്പോയ കോമഡികളും അതുപോലെ തന്നെ എവിടുന്നോ തുടങ്ങി ഇതൊരു തിയേറ്ററിൽ ഇറങ്ങേണ്ട ഒരു സിനിമയ്ക്കുള്ള കണ്ടൻറ്റേ ഉള്ളൂ. അതിനെ വലിച്ചു നീട്ടി വെബ് സീരീസ് ആക്കി വെച്ചിരിക്കുകയാണ്. അത് 2 മണിക്കൂർ സിനിമയ്ക്കുള്ളതിനെ അതിൻ്റെ ഇരട്ടി 4 മണിക്കൂർ പ്ലസ് ആക്കി വെച്ചിരിക്കുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത്. പക്ഷെ തീർത്തും മോശം അങ്ങനെ പറയത്തൊന്നുമില്ല. ഇപ്പം കേരള ക്രൈം ഫയൽസിൻ്റെ ലെവലൊന്നും എനിക്ക് തോന്നുന്നില്ല. അതേസമയം മാസ്റ്റർ പീസ് കുറേ നല്ല അഭിപ്രായം വന്നു, പക്ഷേ എനിക്കത് ഒട്ടും വർക്കായില്ല. എനിക്കതിലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെട്ടത് പേരലൂർ തന്നെയാണ്. പിന്നെ പറയുകയാണെങ്കിൽ ഇതിലെ റൈറ്റിംഗ് ആണ് എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയത്. ഞാൻ പറഞ്ഞില്ലേ, വലിച്ചങ്ങ് നീട്ടുവാണ്. പിന്നെ അതുപോലെ തന്നെ മെയിൻ പ്രശ്നം കോമഡിയാണ് ഇതിൽ മെയിൻ. എല്ലാ ക്യാരക്ടേഴ്സും കോമഡി, അങ്ങനത്തെ ഒരു ഇതാണ്. പകുതി മുക്കാൽ കോമഡിയും വർക്കാവുന്നില്ല ഇതിൽ വരുന്നതേ. അതായത് ഇവരെന്തൊക്കെ കാണിക്കുന്നു, ഞാനിങ്ങനെ താടിക്ക് കഴിച്ചിരിക്കും, ഇതെന്ത് ചളിയാണ് ഇതൊക്കെ. ഇത് കോമഡി സ്റ്റാർസ് ആ ഒരു ലെവൽ സ്കിറ്റിൽ വരേണ്ട സാധനമാണ് ഇവർ കാണിക്കുന്നത്. ഇത് എന്തൊക്കെയോ കോപ്രായത്തരങ്ങൾ കാണിക്കുന്നു, അങ്ങനത്തെ ഒരു പരിപാടി. അതേസമയം മൊത്തത്തിൽ മോശമെന്നല്ല. ഈ സ്ക്രിപ്റ്റിൽ തന്നെ പോസിറ്റീവ് ഇതിലെ കോമഡി, ചില കോമഡികളാണ് ഹിലാരിയസ് ആയിട്ടുള്ള 1-2 സാധനങ്ങളുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ തിരുവോണം, ആ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനം, പിന്നെ അതുപോലെ തന്നെ ഒരു കൂടോത്രം, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സീൻ, പിന്നെ ഫസ്റ്റിലത്തെ ഞാൻ പറഞ്ഞ ഫസ്റ്റ് എപ്പിസോഡ് വരുന്ന ഫ്ലാഷ് ബാക്കിൽ ഒരു തുമ്പിയായിട്ട് ബന്ധപ്പെട്ട, ഞാൻ കൂടുതൽ പറയുന്നില്ല, ആ സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഓക്കേഷനാണ്, ഒരു ഓൾഡ് സ്കൂൾ പരിപാടിയാണ്. കുറേ കൂടെ നന്നാക്കായിരുന്നു. ടെക്നിക്കലി വിഷ്വലൊക്കെ ജസ്റ്റ് ഓക്കെയാണ്. മ്യൂസിക്കൊക്കെ നമ്മൾ പണ്ടൊക്കെ കേട്ട് മാറിയിട്ടുള്ള ആ ഒരു വൈബ് പിടിക്കാൻ നോക്കിയതായിരിക്കും, പക്ഷെ എനിക്ക് അത്ര സെറ്റപ്പായിട്ട് തോന്നിയില്ല. പിന്നെ പെർഫോമൻസുകളാണ് ഈ സീരീസിനെ പൊക്കി നിർത്തുന്നത്. ഞാൻ പറഞ്ഞ ഒരു പ്ലസ് എനിക്ക് ഫാക്ടറി കൂടുതൽ ഈ കോമഡി വർക്കാവാൻ കാരണം പെർഫോമൻസുകൾ തന്നെയാണ്. അതിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശിവജി ഗുരുവായൂർ. അദ്ദേഹമാണ് ഇതിൽ കോമഡി മെയിനായിട്ട് എല്ലാവരും ഉണ്ട്, പക്ഷേ പുള്ളിയുടെ കോമഡിയാണ് എനിക്ക് വർക്കായത്. പിന്നെ വിജയരാഘവൻ അഫ്കോഴ്സ് പൊളി പെർഫോമൻസ് ആണ് ത്രൂ ഔട്ട്. സണ്ണി മേനും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ബാക്കി വരുന്ന റെസ്റ്റ് ഓഫ് ദ കാസ്റ്റ് എല്ലാം അടിപൊളിയായിരുന്നു. നിഖിലയായാലും അങ്ങനെ എല്ലാവരും. ഈ കോമഡികളും ഇവർ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ആക്ടേഴ്സിൻ്റെ ഒക്കെ പെർഫോമൻസ് കൊണ്ടും ഒരു തവണ കണ്ടിരിക്കാൻ പറ്റിയൊരു സീരീസാണ്. പക്ഷേ ഇതൊരു തിയേറ്ററിൽ ഇറങ്ങേണ്ട ഒരു സിനിമയുടെ അതേ ഉള്ളൂ. അതിനെ വലിച്ചു നീട്ടി വെച്ചത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നവും. അപ്പോൾ ഈ സീരീസിന് എൻ്റെ റേറ്റിംഗ് 2.5 out of 5 ആണ്. ഒരു പ്രോപ്പർ ആവറേജ്, ഒരു 1 time വാച്ചബിൾ സീരീസ് ആയിട്ടാണ് തോന്നിയത്.